നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സ എന്താണെന്നും അവരുടെ കേപ്പബിലിറ്റി എന്താണെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല, കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണ്. പറയുന്നത് ഡിയേഗോ സിബയോണിയാണ്. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ക്യാമ്പ് നൗവിൽ വെച്ചിട്ട് ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ലാലിഗയിൽ ഇരുവരും ഏറ്റുമുട്ടി. അന്ന് മെട്രോപൊളിറ്റനോയിലിട്ട് തന്നെ ബാഴ്സലോണ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയാകുമോ ഇവിടെ? ഏതായാലും സിമിയോണി പറയുന്നു ബാഴ്സ ഈസ് എ സ്ട്രോങ് ഓപ്പണൻറ്റ്. ഞങ്ങൾക്കറിയാം അവരുടെ കേപ്പബിലിറ്റീസ്, പ്രത്യേകിച്ച് അവരുടെ ഹോമിൽ അവർക്ക് എന്തിന് സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗ് വിജയിക്കും എന്നുള്ള സ്വപ്നം കാണുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. ഇപ്പോഴത്തെ എൻ്റെ ചിന്ത മുഴുവനും ബാഴ്സലോണയെക്കുറിച്ച് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരുപാട് താരങ്ങൾ ഇപ്പോൾ റിസ്ക് ഓഫ് സസ്പെൻഷനിലാണ് ഉള്ളത് ഒരു യെല്ലോ കാർഡൊക്കെ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഐ വാസ് ഇൻ അവെയർ, ഞാനതിനെക്കുറിച്ച് അവെയറല്ല, ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു, അത്ലറ്റിക്കോയുടെ അറ്റാക്ക് അതിൻ്റെ ഡിഫൻസിനേക്കാൾ ബെറ്റർ ആണെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, എല്ലാ ടീമുകളും അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്യും, ഡിഫെൻഡ് ചെയ്യുമ്പോൾ വേഴ്സ് ആണെന്ന് പറയും. യെസ്, ഞങ്ങൾ അതേ പ്രോസസ്സ് തന്നെയാണ്. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ടീമുകളും വേഴ്സ് ആയിരിക്കും ഡിഫെൻസിൽ. ഏതായാലും ബാഴ്സലോണ ഒരു മികച്ച ടീമാണ്, അവർക്കെതിരെ മികച്ചൊരു പോരാട്ടം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നു, എന്തായിരിക്കും നാളത്തെ മത്സരത്തിലെ കീ ആയിട്ടുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം? അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കണം. നാളെ 9 മണിക്ക്, അപ്പോൾ അവിടുത്തെ സമയമാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആ കീ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നും നിങ്ങളത് കാണുമെന്നും ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം വളരെ തമാശ രൂപേണ പറഞ്ഞങ്ങ് ഒഴിവാവുകയാണ് ചെയ്തത്. ഏതായാലും ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം, ഇത് ഹോം ഗ്രൗണ്ടാണ് ബാഴ്സയുടെ. അപ്പോൾ ആരാധകരുടെ പിന്തുണയോടുകൂടി ബാഴ്സ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ പെർഫോമൻസിനെ എങ്ങനെ അത്ലറ്റിക്കോ മാഡ്രിഡിന് തടയിടാൻ പറ്റും, ക്യാമ്പ് നൗവിൽ നിന്ന് എങ്ങനെ വലിയ കേടുപാടുകളില്ലാതെ പരിക്കുകളില്ലാതെ മടങ്ങാൻ പറ്റും, അങ്ങനെ മടങ്ങാൻ പറ്റിയാൽ പിന്നെ മെട്രോപൊളിറ്റനോയിലിട്ട് പണി കൊടുക്കാം. അതായിരിക്കും സിമിയോണി ചിന്തിക്കുന്നുണ്ടാവുക. കാത്തിരിക്കാം ഇന്ന് എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.